ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون, الله سبحانه وتعالى നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ വളരെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് നിയോഗിച്ചു എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിക്കൊണ്ടാണ്, ലോകർക്ക് മുഴുവനുമുള്ള അനുഗ്രഹമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. താങ്കൾ നാം അയച്ചിട്ടുള്ളത് ലോകർക്ക് മുഴുവനുമുള്ള കാരുണ്യമായിട്ടാണ്, റഹ്മത്തായിട്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നാൽ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ നമ്മളിലേക്ക് അയച്ചതിനു നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്, ധിക്കരിക്കാതിരുന്നു കൊണ്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ ദീനായി ആചരിക്കാതിരുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീൻ അത് മുഴുവനായി പഠിപ്പിച്ചു തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലായി നമ്മളെ ഉത്ബോധിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചു, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ വാദിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക എന്ന് പറയുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ പിന്തുടരലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതല്ല, മറിച്ച് അതിനേക്കാളപ്പുറം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള വഴിയാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, ആരൊക്കെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വാദിക്കുന്നുണ്ടോ,
ആരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വാദിക്കുന്നുണ്ടോ അവൻ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്, ആദരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ വിലക്കിയത് അത് നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എതിരിട്ട് നിന്നാൽ, ആരെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനപ്പുറത്തേക്ക് പ്രവർത്തിച്ചാൽ, എതിര് പ്രവർത്തിച്ചാൽ അവൻ സൂക്ഷിച്ചു കൊള്ളണം, അവന് അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. വൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ആരാണോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കെതിരെ നിൽക്കുന്നത്, അവന് ഫിത്ന ബാധിക്കുന്നതിനെ, കുഴപ്പം ബാധിക്കുന്നതിനെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ, അതല്ലെങ്കിൽ വേദനയുള്ള ശിക്ഷ അവനെ ബാധിക്കുന്നത് അവൻ പേടിച്ചു കൊള്ളട്ടെ എന്ന്, സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വഴിയിലേക്ക് മാറിപ്പോകുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത മാർഗത്തിലേക്ക് കടന്നു പോകുന്നത്, അവന്റെ പോക്ക് അത് നരകത്തിലാണ് കാണുന്ന റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ആരാണോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സത്യം വ്യക്തമായിട്ടും എതിരിട്ട് നിൽക്കുന്നത്, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത ആരാണോ പിന്തുടരുന്നത്, അവനെ തിരിഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു കളയും, അവനെ നരകത്തിലിട്ട് ഞാൻ എരിക്കുന്നതാണ്. അത് എത്ര മോശം സങ്കേതമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ കൃത്യമായ ബോധവൽക്കരണം ഓരോ മനുഷ്യനും നൽകി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു തരികയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സന്തോഷമുള്ള വർത്തമാനമാണ്. എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീരസം കാണിച്ചവരൊഴികെ, വിരസത കാണിച്ചവരൊഴികെ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ആരാണ് റസൂലേ വിസമ്മതം ചോദിക്കുക? വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് അതിനെ വിസമ്മതിക്കുക? സ്വർഗത്തിൽ പോകുന്നതിന് ആരെങ്കിലും വിസമ്മതിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരാണോ എന്നെ ധിക്കരിച്ചത് അവൻ തീർച്ചയായും വിസമ്മതിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ പോകാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒരുപാടാണ് ആ ആശയത്തിൽ വരുന്ന ഹദീസുകൾ. ആയിഷ റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരാണോ എന്റെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം പ്രവർത്തിച്ചത് അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരാണോ എന്റെ ദീനിൽ ഈ കാര്യത്തിൽ ആരാണോ പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കുന്നത് ഫഹുവ റദ്ദുൻ,
അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി മുസ്ലിം റഹ്മഹുല്ലാഹി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതും മറ്റൊന്നല്ല. ഇതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഇത്തബിഉ, നിങ്ങൾ പിന്തുടർന്നാൽ മതി. വലാ തബ്തദിഉ, പുതിയതൊന്നും ഉണ്ടാക്കേണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയായിട്ടുണ്ട്. സ്വർഗത്തിൽ പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിനക്കുള്ളത് മതി. നിനക്ക് ദീനായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ മതിയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നീ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കൃത്രിമമായി പടച്ചുണ്ടാക്കേണ്ടതില്ലെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. എന്നിട്ട് ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, അപ്പൊ നല്ലതോ ബിദ്അത്തിൽ നല്ലതോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും അത് ളലാലത്താകുന്നു. എല്ലാ ബിദ്അത്തും ളലാലത്താകുന്നു. ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും, നല്ല ബിദ്അത്ത് മോശം ബിദ്അത്ത് എന്നല്ല, നീ നല്ലതായി കാണുന്നതായാലും ബിദ്അത്താണോ അത് മോശമാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മാ അതാ അലന്നാസി സമാനുൻ ഇല്ലാ അഹ്ദഥു ഫീഹി ബിദ്അ വഅമാതു ഫീഹി സുന്ന ഹത്താ അഹ്യൽ ബിദ്അ വതമൂത സുന്ന. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ യഹ്യൽ ബിദ്അ വതമൂത സുന്ന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾക്ക് എത്രയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകും തോറും ഇതാ അവർ എന്ത് ചെയ്യും? പുതിയൊരു ബിദ്അത്തിനെ അവർ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഒരു സുന്നത്തിനെ അവർ മരിപ്പിച്ചു കളയുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനം ബിദ്അത്തുകൾ മാത്രം ജീവിച്ചിരിക്കും, സുന്നത്തുകളെല്ലാം മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾക്ക് എത്രയാണ് അതിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നത്? കഴിഞ്ഞ വർഷങ്ങളിൽ മുസ്ലിം സമൂഹത്തിലില്ലാത്ത എത്ര ദിക്റുകളാണ് ഇന്നും ഇന്നലെയും യൂട്യൂബുകാർ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, ആളുകൾ ജനങ്ങൾക്ക് പുതിയത് എത്രയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള ദിക്റുകൾക്ക് പുറമെ നാളെ അതാ പുതിയ ദിക്റുകൾ, പുതിയ ബിദ്അത്തുകൾ, പുതിയ ആരാധനകൾ, പുതിയ നിസ്കാരങ്ങൾ. ഓരോ നാളുകൾ കഴിയുന്തോറും പുതിയ ബിദ്അത്തുകൾ അതാ കടന്നു വരുന്നു. ആ നേരത്ത് നിർവഹിക്കേണ്ടിയിരുന്ന സുന്നത്തുകൾ അതാ ആളുകളിൽ നിന്നും മറക്കപ്പെടുന്നു, മായ്ക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയാണ്, ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാവുകയില്ല അതിന്റെ ആദ്യഘട്ടം നന്നായതുകൊണ്ടല്ലാതെ. ആദ്യഘട്ടം എങ്ങനെ നന്നായോ അതുകൊണ്ട് അവസാനക്കാരും നന്നാവുകയുള്ളൂ. ഇപ്പോ ആളുകളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പുതിയതുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള ആളുകളെ നന്നാക്കണോ എങ്കിൽ തിരിച്ചു പോകേണ്ട ആദ്യത്തെ കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഇന്നും നന്നാവുകയുള്ളൂ. ആ ആളുകൾ നന്നായതുകൊണ്ട് ഈ ആളുകൾ നന്നാവുകയുള്ളൂ. ആളുകൾക്ക് അശ്രദ്ധ ബാധിച്ചിരിക്കുന്നു. ആളുകൾ മുന്നത്തെ ആളുകളെ പോലെയല്ല, ആളുകൾ അശ്രദ്ധരാണ്, അതുകൊണ്ട് ഉറക്കെ ചൊല്ലണം. ആളുകൾ അശ്രദ്ധരാണ്, അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ബിസിനസ് സംസാരിക്കും, അതില്ലാതാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലണം. മുൻകാലക്കാർക്ക് അത് ആവശ്യമുണ്ടായിരുന്നില്ല. മുൻകാലക്കാർ നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് പിൽക്കാലക്കാരും നന്നാവൂ എന്ന് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാ അവർ നന്നായത് മിണ്ടാതെ മയ്യത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ ഇന്നും നന്നാകണമെങ്കിൽ അന്ന് കൊണ്ടുപോയതുപോലെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആളുകൾക്ക് ദീൻ പഠിക്കാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാൻ അതാ നിസ്കാരം കഴിഞ്ഞ് ദിവസേന 5 നേരവും ഉസ്താദ് പറയുകയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. 53ഉം 60ഉം അല്ലെങ്കിൽ 50ഉം 60ഉം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് പഠിച്ചിട്ടില്ല.
ഉസ്താദ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആളുകളെ നന്നാക്കാനാണ്. ആളുകളെ നന്നാക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആദ്യ കാലഘട്ടക്കാർ നന്നായത് കൊണ്ടല്ലാതെ പിൽക്കാലഘട്ടക്കാരും നന്നാവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുക, ഇസ്ബിർ നഫ്സക അല സുന്ന വഖിഫ് ഹൈതു വഖഫൽ ഖൗം വഖുൽ ബിമാ ഖാലു വകുഫ അമ്മാ കഫു വഖുൽ ബിമാ ഖാലു വത്തബിഅ സബീല സലഫിക الصالح فإنه يسعك ما وسعهم. ഇമാം ഔസാഇ റഹിമഹുല്ലാ പറയുക, ഇസ്ബിർ നഫ്സക മഅ സുന്ന, സുന്നത്തിന്റെ കൂടെ സബർ ചെയ്തു നിന്നോ. സുന്നത്തിന്റെ കൂടെ സബർ ചെയ്തു നിന്നോ. പലതും തോന്നും, ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ. ഇസ്ബിർ, ക്ഷമിക്ക്. നഫ്സക മഅ സുന്ന, സുന്നത്തിന്റെ കൂടെ നീ ക്ഷമിച്ചു നിൽക്കുക. വഖുൽ ബിമാ ഖാലു വഖിഫ് ഹൈതു വഖഫൽ ഖൗം, നമ്മളുടെ മുൻകാലക്കാരായ സ്വഹാബത്ത് നിന്നിടത്ത് നിൽക്കുക. വഖുൽ ബിമാ ഖാലു, അവർ പറഞ്ഞത് പറയുക. വകുഫ അമ്മാ കഫു, അവർ മിണ്ടാതിരുന്നത്, ചെയ്യാതിരുന്നത് നീ ചെയ്യാതിരിക്കുക. അവർ ചെയ്യാതിരുന്നതാണ്, പക്ഷെ നല്ലതല്ലേ, ചെയ്യരുത്. വകുഫ അമ്മാ കഫു, വകുഫ അമ്മാ കഫു, അവർ ചെയ്യാതിരുന്നത് നീ ചെയ്യാതിരിക്കുക. അവർ ചെയ്യാതിരുന്നത് ചെയ്യാതിരിക്കണം, അവർ ചെയ്യാതിരുന്നത് ചെയ്യാനല്ല പറഞ്ഞത്. നിന്റെ മുൻഗാമികളായ നല്ലവരായ ആളുകളുടെ ആ പാത നീ പിന്തുടരുക. തീർച്ചയായും അവർക്ക് മതിയായത് നിനക്കും മതിയാകുന്നതാണ്. അവർക്ക് മതിയായത് നിനക്കും മതിയാകുന്നതാണ്. സഹോദരങ്ങളെ, സുന്നത്തിനെ പിന്തുടരുന്ന കാര്യത്തിൽ നമ്മളുടെ മുൻഗാമികൾ എടുത്ത നിലപാടുകളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഞാൻ ചെയ്യാം. സ്വഹാബത്ത് അതുപോലെയാണോ ചെയ്തത് എങ്കിൽ ഞാനുണ്ട്. ഇല്ലേ എങ്കിൽ അതെനിക്ക് താല്പര്യമില്ല. അവർ പോയ സ്വർഗത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ജൂതന്മാർ പോയ സ്വർഗം അങ്ങനെയൊന്നില്ല. ഷിയാക്കൾ പോയ, റാഫിദികൾ പോയ ഒരു സ്വർഗം അങ്ങനെയൊന്നില്ല. ഖവാരിജുകൾ പോയ ഒരു സ്വർഗം അങ്ങനെ ഒന്നല്ല. മറിച്ച് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സ്വർഗം, സ്വഹാബികൾ പോയ സ്വർഗം, പിൽക്കാലക്കാർ എനിക്ക് മാതൃകയല്ല എന്നാണ് ഒരു സുന്നി പറയേണ്ടത്. ഒരു മുസ്ലിം പറയേണ്ടത് അതാ. അവന്റെ മാതൃക എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂലിലും സ്വഹാബത്തിലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ജുമുഅക്കാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ് 2 റക്അത്ത് ഇരുന്നതിന് ശേഷം മാത്രം അതിന് ആ പള്ളിയിൽ ഇരിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ നേരെ വന്നിരുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്കിടയിൽ എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? നിസ്കരിപ്പിക്കാൻ തുടങ്ങിയാൽ ജുമുഅ മുഴുവൻ അത് നിസ്കരിപ്പിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് അതിന് മുതിരാത്തത്. എന്നാൽ ഇനി അടുത്ത ആഴ്ചയെങ്കിലും നമുക്കെന്ത് കഴിയണം? അങ്ങനെ ഇരിക്കാൻ കഴിയണം. ജുമുഅ നടക്കുമ്പോൾ കയറി വരാനല്ല ഈ പറഞ്ഞത്, മറിച്ച് അതിനു മുമ്പ് കയറി വരണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ടിരിക്കണം. ഇനി അഥവാ ഏതെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളാൽ വൈകിപ്പോകരുത്. വൈകിപ്പോയാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മാത്രം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സ്നേഹിക്കുന്നവരാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ മഹാനാണ്, വലിയ സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടിപ്പടഞ്ഞു വരികയാണ്, ധൃതിപ്പെട്ടു വരികയാണ്. ഒരു വല്ലാത്ത പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്, പ്രയാസമുണ്ട്, ചിലത് പറയാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീടിനുള്ളിലാണ്, പുറത്ത് പഠിക്കാൻ വന്നവർ ഇരിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു നമ്മളുടെ മുൻഗാമികൾ. ഉലമാക്കളുടെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പോകും, അവിടെ നിന്ന് പഠിക്കും, പുറത്ത് വെയിറ്റ് ചെയ്യും. അദ്ദേഹം ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല, അകത്തുണ്ട്.
അങ്ങനെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ ഇരിക്കുകയാണ്. അദ്ദേഹം മഹാനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമാണ്. പക്ഷേ അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാത്തിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഉടനെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാനൊരു കാര്യം കണ്ടു. ആ കാര്യം എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ കണ്ട കാര്യം നല്ല കാര്യമാണ്, കണ്ട കാര്യം നല്ലതാണ്, മോശമൊന്നും കണ്ടിട്ടില്ല, നല്ലതല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്കറിയുകയില്ല, എനിക്ക് പരിചയമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരു നന്മയോ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത മോശമല്ലാത്ത കാര്യമോ അതെന്താണ്? ചോദിച്ചു, എൻ്റെ കൂടെ വന്നാൽ പള്ളിയിൽ നിങ്ങൾക്കത് കാണാം. ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയാണ്. കൂടെയുള്ളവരും അവരുടെ കൂടെ പോവുകയാണ്. പള്ളിയിലേക്ക് ചെന്നപ്പോൾ അതാ പള്ളിയിൽ നിറയെ ആളുകൾ. വളരെ നല്ല കാര്യമാണ്, സന്തോഷിപ്പിക്കാവുന്ന കാര്യമാണ്. പള്ളിയിൽ ആളുകൾ പല പല വട്ടങ്ങളായി, ഹൽക്കകളായി കൂടിയിരിക്കുകയാണ്. അവിടെ അതാ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം, ഇവിടെ ഒരു കൂട്ടം, പല കൂട്ടങ്ങളുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ ഓരോരുത്തരുടെയും കൈകളിൽ 100 കല്ലുകളുണ്ട്. അപ്പോൾ ആ ഓരോ വട്ടത്തിനും ഒരു നേതാവുണ്ട്. ആ നേതാവ് പറയും, ഹല്ലിലു മിഅ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 കല്ലുകൾ എണ്ണി തീർക്കുന്നു. സബ്ബിഹു മിഅ, സുബ്ഹാനല്ലാഹ് 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 100 പ്രാവശ്യം എണ്ണി തീർക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കോപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മരണപ്പെട്ടിട്ടില്ല, ഇവിടെ ഒരുപാടുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ നാശം എത്ര പെട്ടെന്നാണ് ആയിപ്പോയത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ? നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടില്ലായിരുന്നു. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ തുറന്നിട്ടുള്ളത് ഒരു ഷർറിന്റെ വാതിലാണ്, ഒരു തിന്മയുടെ വാതിലാണ് നിങ്ങൾ തുറന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുക. അവർ തിരിച്ചു പറഞ്ഞു, അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലാ യുദ്രികുഹു, എത്ര നന്മ ഉദ്ദേശിച്ചവരാണ് അത് കിട്ടാതെ പോയത്. ഇമാം ദാരിമി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നന്മ ഉദ്ദേശിച്ചത് കൊണ്ടായില്ല, ഗുണം കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായില്ല, സ്വർഗത്തിൽ പോകണമെന്ന് കൊതിച്ച് തലകുത്തി നിന്നത് കൊണ്ടായില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹ് പഠിപ്പിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? വട്ടമായിരുന്ന് 100 പ്രാവശ്യം ചൊല്ല് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇന്ന് നമുക്കത് കാണാം. നമ്മളുടെ നാടുകളിൽ പറഞ്ഞു കൊടുക്കുന്നു, ഏറ്റുചൊല്ലുന്നു. ഈ പരിപാടി അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അതിനെ എതിർക്കുകയാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് ബിദ്അത്തുകൾ. ബിദ്അത്ത് എന്ന് പറഞ്ഞ സാധനം കള്ളുകൂടിയ ബിദ്അത്ത് എന്ന് പറയൂല, വ്യഭിചാരത്തെ ബിദ്അത്ത് എന്ന് പറയൂല, അതുപോലെ തന്നെ കളവിനെയോ വഞ്ചനയെയോ കൊലപാതകത്തെയോ ബിദ്അത്ത് എന്ന് പറയുകയില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ദീനായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. എനിക്ക് കുറ്റം കിട്ടണം, നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനല്ല ബിദ്അത്ത് എന്ന് പറയുക. ഞാൻ സ്വർഗത്തിൽ പോകണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ലത് എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട്. ആഗ്രഹം ഉണ്ടാവൂല, പക്ഷെ അവന്റെ രൂപം അതാണ്, അവന്റെ ഭാവം അതാണ്.
കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. റബീഉൽ അവ്വൽ 12 ആയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആഘോഷിക്കാത്ത ചെയ്യാത്ത ഒരു പുണ്യം എനിക്ക് ചെയ്യാൻ പറ്റി. ഞാനിതാ നബിദിനം ആഘോഷിക്കുന്നു. ഈ നബിദിനം നബി ചെയ്തിട്ടുണ്ടോ? ഇല്ല, നബിക്ക് അതറിയില്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് എനിക്കറിയാം എന്ന് പറയുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇബാദത്ത് ചെയ്തവൻ ഞാനാണ് എന്ന് പറയുന്നവൻ. സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ എന്ത് അക്രമമാണുള്ളത്? നമ്മളുടെ മുൻഗാമികൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ, അദ്ദേഹത്തോടാണ് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടിയാൽ നല്ലതാണോ? മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടിയാൽ, സ്ഥലം ഏതാ? മസ്ജിദുൻ നബവിയ. നല്ല സ്ഥലമാണ്, ഒരു കുറവുമില്ല ആ സ്ഥലത്തിന്. ആ സ്ഥലത്ത് നിന്ന് കെട്ടിയാൽ കുറച്ചുകൂടി ദൂരം ഇഹ്റാമിലായിക്കൊണ്ട് നടക്കാം. മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ വഴിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാം കെട്ടേണ്ടത്. ഇവിടുന്നേ തുടങ്ങിയാലോ കൂടുതൽ നേരം ഇഹ്റാമിലാണ്. അദ്ദേഹം പറഞ്ഞു പറ്റുകയില്ല, മസ്ജിദ് നബവിയിൽ നിന്ന് പറ്റുകയില്ല. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, എന്താണ് പ്രശ്നം? കുറച്ച് മൈലുകൾ അത് ഞാൻ കൂട്ടുന്നതിന് എന്താണ് പ്രശ്നം? കുറച്ച് മൈൽ ദൂരം ഞാൻ കുറക്കുന്നതല്ലല്ലോ, കൂട്ടിയതല്ലേ, എന്താണ് പ്രശ്നം? അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തൊരു പുണ്യം നീ ചെയ്തു എന്ന് വാദിക്കുന്നതിനേക്കാൾ വലിയ മുസീബത്ത്, അതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണുള്ളത്? സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മൾ ഇന്ന് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 ഹറാമായതാണ്, യുദ്ധം പാടില്ലാത്ത നിഷിദ്ധമായ മാസമാണ് റജബ് മാസം. റജബ് മുദർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി 12 ശഹറാ. കാലഘട്ടം അത് 12 മാസമായി കൊണ്ട് അതിന്റെ രൂപത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 ഹറാമാണ്, പവിത്രമാണ്. അതിൽ കൊലപാതകങ്ങളോ അതുപോലെ യുദ്ധമോ കാര്യങ്ങളോ എല്ലാം കൂടുതൽ അപകടം പിടിച്ചതാണ്. തിന്മകൾ കൂടുതൽ അപകടം പിടിച്ചതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളതാണ്. ആ 4 മാസങ്ങൾ ജാഹിലിയത്തിലെ അറബികൾ പോലും ആ 4 മാസങ്ങൾ ആദരിച്ചിരുന്നു, ജാഹിലിയത്തിലെ അറബികൾ പോലും. എന്നാൽ സഹോദരങ്ങളെ, ആ റജബ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ഒരു ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റജബ് മാസം വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. റജബ് മാസം വന്നു, അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷമാണ് റജബ് മാസം വന്നത്. പക്ഷേ റജബ് മാസം വന്നു എന്ന പേരിൽ ഇന്നു മുതൽ നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ 10 കാലത്ത്, 20 വൈകിട്ട്, 30 ഉച്ചക്ക്. ഏതാണ് ദിക്ർ? ഞാൻ ഉണ്ടാക്കിയതാണ്, വളരെ പുണ്യകരമാണ്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, ഇന്ന ശൈഖിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ലാ, ഒരു ശൈഖും അള്ളാഹുവിന്റെ ദീൻ തീരുമാനിക്കാനുള്ള ആളല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നും അള്ളാഹുവിന്റെ ദീനിലേക്ക്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മളുടെ കൽപ്പനയില്ലാത്ത ഒന്നും ദീനിലേക്ക് പ്രവർത്തിക്കാൻ പാടില്ല. ഫഹുവ റദ്ദുൻ, തള്ളപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, റജബ് മാസത്തിൽ റഗായിബ് നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ ചെയ്തത് ഈ രൂപത്തിലായപ്പോൾ എതിർത്തു, അത്യന്തം അപകടമായ രൂപത്തിൽ താക്കീത് നൽകി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് ചെയ്തത് റജബ് 27 എന്ന് കളവ് കെട്ടിയുണ്ടാക്കി ആ ദിവസത്തിനൊരു പ്രത്യേക നിസ്കാരവും നോമ്പും. ഇസ്രാ മിഅ്റാജ് നടന്നത് ഏത് മാസമാണെന്നോ ഏത് ദിവസമാണെന്നോ നമുക്കറിയുകയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെളിവ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്ന ദിവസമാണ്, ഇന്ന നാളാണ്, ഇന്ന മാസം. പക്ഷെ അത് കളവുണ്ടാക്കി റജബ് 27 അവർ സ്ഥാപിച്ചു. ഇസ്രാ മിഅ്റാജിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം ആവുന്നത് എങ്ങനെ? മുസ്ലിം ആവുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, സുബ്ഹാനല്ലദി
أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്. തന്റെ അടിമയെ മസ്ജിദുൽ അഖ്സ മിനൽ മസ്ജിദിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ ആ റബ്ബ് പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കാര്യമാണ് തന്റെ നബിയെ കൊണ്ടുപോയി എന്നത്. എന്നാൽ ഏത് ദിവസമാണ് നമുക്കറിയുകയില്ല. ഇനി ഏത് ദിവസമാണെന്ന് അറിഞ്ഞു, എന്താ കാര്യം? ആ ദിവസത്തിൽ ഒരു ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. ആ നേർമാർഗം സിദ്ധിച്ച ഖുലഫാഉർ റാഷിദീങ്ങൾ അവർ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, നമ്മളുടെ ദീൻ അത് ആർക്കെങ്കിലും കളിച്ചുണ്ടാക്കാവുന്ന കളിപ്പാവകളോ കളിപ്പാട്ടങ്ങളോ അല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അവതരിപ്പിച്ചു തന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബുർഹാനിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായതാണ്, പൂർത്തിയായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് പരിപൂർണമാക്കി തന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങൾ, അതിനാൽ ഇത്തരത്തിലുള്ള ബിദ്അത്തുകളെ തിരിച്ചറിയുക, പുത്തനാചാരങ്ങളെ തിരിച്ചറിയുക, അതിനെ എതിർക്കുക, കഴിയുന്നിടത്തെല്ലാം ആ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത് ദീനായി ആചരിക്കരുത് എന്ന അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ വൃദ്ധരെയും കുട്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നേരായ പാതയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ബിദ്അത്തുകൾ അവയാണ് നമ്മളെ പരസ്പരം പോരടിക്കുന്നവരാക്കിയത്. ആളുകൾക്ക് വിഷമമാണ്, മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുന്നു. എന്തേ ഭിന്നിക്കാൻ? ബിദ്അത്തുകളാണ് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചത്. വഅന്ന ഹാദി സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇതാകുന്നു എൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹു, ആ നേരായ മാർഗത്തെ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ പിന്തുടരുത്. ഫതഫറഖ ബികും അൻ സബീലി, ആ മാർഗത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകുന്നതാണ്, ചിന്നിച്ചിതറിപ്പോകുന്നതാണ്. സഹോദരങ്ങളെ, ആ ചിന്നിച്ചിതറലിന് കാരണം ബിദ്അത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ ബിദ്അത്തുകളിൽ നിന്നും, ആളുകൾ നല്ലതായി കാണുന്നതോ മോശമായി കാണുന്നതോ ആയ എങ്ങനെയുള്ള ബിദ്അത്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദലാലത്തുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പല നാടുകളിലും, ഗസയിലും അതുപോലെ തന്നെ ഫലസ്തീനിന്റെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ സാലിഹായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി നടത്തി കൊടുക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الدين. اللهم انصر الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.